മലയാളത്തിലെ നിലവിലെ റെക്കോർഡുകളെല്ലാം തകർക്കാൻ കെൽപ്പുള്ള സിനിമയാണ് മോഹൻലാൽ നായകനായി എത്തുന്ന എമ്പുരാൻ. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ചിത്രം വമ്പൻ ബഡ്ജറ്റിലാണ് ഒരുങ്ങുന്നത്. പക്ഷേ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഇതിൻ്റെ ബഡ്ജറ്റ് എത്രയാണെന്നുള്ളത് ഇതേവരെ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ സിനിമയുടെ ടീസർ കഴിഞ്ഞ ദിവസം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ടീസർ വന്നതിൻ്റെ പിന്നാലെ ഈ സിനിമയിൽ ടീസർ റിലീസാക്കിയത് മമ്മൂട്ടിയാണ്. അപ്പോൾ മമ്മൂട്ടിയും സിനിമയുടെ ഭാഗമാണ് എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പൃഥ്വിരാജിനോട് ചോദിക്കുകയുണ്ടായിരുന്നു മമ്മൂട്ടി ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ പൃഥ്വിരാജ് അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അതായത് മമ്മൂട്ടി സാറ് എമ്പുരാൻ്റെ ഭാഗമാണോ എന്ന ഒരു അവതാരകൻ ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ മമ്മൂട്ടി സാർ ഭാഗം അല്ല, അല്ലെങ്കിൽ മമ്മൂട്ടി സാർ ഇല്ല എന്നാണ് ആ സമയത്ത് പൃഥ്വിരാജ് മറുപടി കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതോടുകൂടി സംശയങ്ങൾക്കെല്ലാം ഒരു ശമനമായിരിക്കുകയാണ്. പക്ഷെ ഈ രണ്ടാം ഭാഗത്തിൽ മമ്മൂട്ടി ഇല്ലെങ്കിൽ കൂടിയും ലൂസിഫറിന്റെ മൂന്നാം ഭാഗത്തിൽ മമ്മൂട്ടി ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. പക്ഷെ ഈ ചിത്രം ഐമാക്സിൽ റിലീസിനെത്തുന്ന സൂചനയാണ് പൃഥ്വിരാജ് നൽകുന്നത്. ഐമാക്സ് സ്ക്രീനുകളിൽ കൂടി എത്തുകയാണെങ്കിൽ അത് കളക്ഷനെ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് ഒരു കാരണമായിട്ട് മാറും. പിന്നെ നമ്മൾ ടീസർ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു ഗംഭീരമായ വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ടീസർ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം ഇതുവരെ ഒരു മലയാള സിനിമയിലും ഇതുപോലെയുള്ള ഒരു ടീസർ നമ്മൾ കണ്ടിട്ടില്ല. അതുകൂടാതെ വിദേശ രാജ്യങ്ങളിൽ ചിത്രീകരിച്ച ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടെ പ്രേക്ഷകർ പിടിച്ചുരുത്താൻ കഴിയുന്ന എല്ലാം ഈ സിനിമയിൽ ഉണ്ടെന്നാണ് നമുക്ക് ടീസർ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ 2025 മാർച്ച് 27 ആ മഹാ ഉത്സവം ലോകത്ത് നടക്കാൻ പോകുന്നത്, അതായത് എമ്പുരാന്റെ റിലീസ്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന അബ്രഹാം ഖുറേഷിയുടെ പഴയ ജീവിതവും പുതിയ കാലഘട്ടവും ചിത്രത്തിൽ കാണിച്ചു തരുമെന്നും വാർത്തകളുണ്ട്. ആദ്യ ഭാഗത്തിലെ അഭിനേതാക്കളായ മഞ്ജു വാര്യര്, ടൊവിനോ തോമസ്, സാനിയ അയ്യപ്പൻ, സായികുമാർ, കൂടാതെ ഇന്ദ്രജിത്ത് സുകുമാരൻ, ബൈജു, അതുകൂടാതെ സുരാജ് വെഞ്ഞാറമൂടുണ്ട് ഇതിൽ, ഷൈൻ ചാക്കോ, ഷറഫുദ്ദീന് എന്നിങ്ങനെ പുതിയ താരങ്ങളും ഈ ചിത്രത്തിലുണ്ട്. ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദും കൂടിച്ചേർന്നാണ് എമ്പുരാൻ നിർമ്മിക്കുന്നത്. ദീപക് ദേവിൻ്റെ സംഗീതമാണ് ഉള്ളത്. ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ ആദ്യത്തെ മലയാള സിനിമയാണ്. അപ്പോൾ മൂന്നാം ഭാഗത്തിൽ മമ്മൂട്ടി ഉണ്ടാവുമെന്ന് നമുക്കൊരു ചെറിയ റൂമർ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം. അപ്പോൾ മാർച്ച് 27 നമുക്ക് എമ്പുരാൻ്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കാം. എമ്പുരാനെ കുറിച്ചുള്ള മറ്റു വീഡിയോകളിൽ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക.